ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ 2 ദിവസങ്ങളിലായി നടത്തിയ പ്രതികരണം കാണാം. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലേ ഞാൻ പറയുന്നത്, ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ, ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു ക്യാമ്പിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഒരു പ്രശ്നവുമില്ല. ഒന്ന് തിങ്കളാഴ്ച, ഒന്ന് ഇന്ന്. കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് പരിഹരിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വാർത്തയായി വരുന്നു, ഇത് ആളുകൾ വിളിച്ചു പറയുന്നു, അവിടേക്ക് ജനപ്രതിനിധികൾ എത്തുന്നു എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ സാർ, അഡ്രസ്സ് ചെയ്യലാണോ ഈ കണ്ടത് എന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വ്യക്തമാണ് സാർ, പറയൂ. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. അദ്ദേഹം മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അവിടെ പോയി സ്പോട്ട് പല ക്യാമ്പുകളും സന്ദർശിച്ചതാണ്. അവിടെയുള്ള ചുമതലയുള്ള ജനപ്രതിനിധികളുമായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും അവലോകന യോഗം നടത്തി കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശിച്ചതാണ്. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഓരോ സ്ഥലത്തും തഹസിൽദാർമാർക്കും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും കളക്ടർക്കും ഒക്കെ അടക്കം ഏത് കാര്യത്തിനും ആവശ്യമായ ഫണ്ട് ചെലവഴിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ട് ഒരു സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാധു പറഞ്ഞതുപോലെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടഡ് ടി വി കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, ഒരു മാധ്യമത്തിന്റെ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അന്വേഷിക്കുന്ന എല്ലാം സ്മൂത്തായി പോകുന്ന സ്ഥലങ്ങളല്ല, മറിച്ച് സ്മൂത്ത് അല്ലാത്ത സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് കൗതുകം ഉണ്ടാവും. അവരവിടെ പോകും. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പ്രൊജക്ട് ചെയ്യും. അത് മാധ്യമങ്ങൾ പൊതുവെ എടുക്കുന്ന ഒരു നിലപാടാണ്. അത് റിപ്പോർട്ടർ ടിവിയുടെ മാത്രം പ്രത്യേകതയല്ല, മറ്റ് ചാനലുകളും അത് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കൂ എന്ന വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല പ്രവണതയാണ്. അത് ശരിയായ രീതിയല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു രീതിയല്ല. മാധു തന്നെ തൊട്ട് മുമ്പ് ശ്രീ അരുൺകുമാറിനോട് പറഞ്ഞു, അതായത് പല ക്യാമ്പുകളിലും വളരെ നല്ല അഭിപ്രായമാണ്, വളരെ നന്നായി പോകുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു പർട്ടിക്കുലർ ക്യാമ്പിന്റെ കാര്യത്തിൽ ഒഴിച്ച് മറ്റു പല സ്ഥലങ്ങളിലും, ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഒരു പ്രശ്നവുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭക്ഷണം കൃത്യമായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി റാഹിസ് റഷീദ് ഒരു ക്യാമ്പിൽ പോയപ്പോൾ പരിമിതികളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണിത്. ഭാഗത്തെ ഇഷ്യൂസിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വെള്ളം കയറി ആ പാടങ്ങളിലെല്ലാം കയറി അതിങ്ങനെ ഒഴുക്കായിട്ട് ഞങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ആൾക്കാരാ, അത് താങ്ങാനൊക്കുന്ന ഒരു സ്റ്റേജ് അല്ല. അത് സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇത് അവർ ഈ സർക്കാർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്നായി പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു എന്ന് പറഞ്ഞ റാഹിസ് റഷീദിന്റെ റിപ്പോർട്ടാണ്. എല്ലായിടത്തും പോകുന്നുണ്ട് സാർ. ഒരിടത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നതും പ്രശ്നം. അവിടെ നിന്നാണല്ലോ നമ്മളെ വിളിക്കുക, ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പറയൂ എന്ന് പറഞ്ഞ്. അവിടെ ചെന്നാൽ അത് മഹാപരാധമായി പോകുമെന്നുണ്ടോ? അത് ആ ഒരു സമീപനം തെറ്റാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമങ്ങൾ പലപ്പോഴും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. അതാണ് മാധ്യമ ധർമ്മം. മാധ്യമങ്ങൾ പൊതുവെ എല്ലാം നന്നായി പോകുന്നു, എല്ലാം ഗംഭീരമായി പോകുന്നു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അല്ലല്ലോ മാധ്യമ പ്രവർത്തനം. മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വശം, ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് തന്നെ എവിടെയാണോ ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രത്യേക തരം, ഇതൊരു അസാധാരണമായ സാഹചര്യമാണോ, ആ അസാധാരണ സാഹചര്യത്തിൽ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് നേതൃത്വം നൽകേണ്ടവർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ള പരിശോധന സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടുത്തെ ജനപ്രതിനിധി മാധ്യമ പ്രവർത്തകനോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. ആ കളി ഇവിടെ വേണ്ട എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആ അഭ്യാസം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന രീതിയെ നമുക്കൊരിക്കലും സ്വാഗതം ചെയ്യാൻ പറ്റില്ല. അത് ഇനിയിപ്പോ അഥവാ അവർക്ക് ചില മുൻവിധികൾ ഉണ്ടെങ്കിലും അവിടുത്തെ അന്തേവാസികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട സാഹചര്യത്തിൽ അവിടെ സംതിങ് റോങ് സംവെയർ, അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരു ചാനലിൽ കണ്ടൊരു കാര്യം,
അതിന്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളില് ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടത്. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഇവർ തയ്യാറാകാത്തൊരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. വേറൊരു ചാനൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. അതുകൊണ്ട് ഇവരവിടെ പോകാൻ തയ്യാറല്ല. ക്യാമ്പ് നടത്തുന്നവർ അങ്ങനെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു ഈഗോ പ്രശ്നം എന്നാണ്. ക്യാമ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു ഈഗോ പ്രശ്നം എന്നതാണ്. ഒന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിൽ വന്നിരിക്കുന്നവരെ കുറിച്ചാണ് ഈ ഈഗോ ആരോപണം ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഗ്യാസ് അടക്കം പാത്രങ്ങളടക്കം അവിടെ കൊണ്ടുവന്ന സാധന. അപ്പോൾ അത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് വേണ്ടേ എന്നതും കൂടി നമ്മുടെ ഒക്കെ മുന്നിൽ വരുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത് ഈ ക്യാമ്പ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ക്യാമ്പിൽ എത്തുന്നവരും ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ആരുടെയും ഈഗോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരമല്ല. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിനകത്ത് CPM എന്നോ CPI എന്നോ DYFI എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ABVP എന്നോ BJP എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിലാണ് ഒരു സമൂഹം അതിന്റെ ആ ഉത്തരവാദിത്വ ബോധം കൃത്യമായി കാണിക്കേണ്ടത്. അത് നമ്മൾ 2018-ലും 19-ലും ഒക്കെ നമ്മൾ കാണിച്ചതാണ്. കൊല്ലത്തു നിന്നൊക്കെ എത്തിയ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വ്യാപ്തി, അവരുടെ അർപ്പണബോധം, ആ ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്തിന് മുമ്പിൽ കേരളം ഒരു വലിയ മാതൃക കാണിച്ചു കൊടുത്തതാണ്. ഇക്കുറി നമുക്ക് അത്രത്തോളമൊന്നും ഇല്ല ഇത്തവണ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വളരെ ചെറിയൊരു മേഖലയിലാണ് ഇത് ഗുരുതരമായ അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് ഭരണപക്ഷം അവരുടെ ഈഗോ നിലനിർത്താനോ അല്ലെങ്കിൽ വിമർശനം മാത്രമാണ്, കുറ്റം മാത്രം കണ്ടെത്തലാണ് ഞങ്ങളുടെ റോളെന്ന് പ്രതിപക്ഷമോ കരുതേണ്ടതില്ല. ഈ അസാധാരണ സാഹചര്യത്തെ കേരളം മുമ്പ് പലപ്പോഴും നേരിട്ടുള്ളതുപോലെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പരിഹരിക്കുക. ആ വീട്ടമ്മ പറഞ്ഞല്ലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്നെ മാധു കാണിച്ച ആ ദൃശ്യം ഉണ്ടല്ലോ, അവരെത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഒരു ക്യാമ്പില് വീട്ടിലെ സൗകര്യങ്ങൾ കിട്ടില്ല. സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അവിടെ എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെയാണ് വിളമ്പാൻ പറ്റുള്ളൂ. ഓരോരുത്തരെയും ചോയ്സ് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ആ ഭക്ഷണം കഴിച്ച് ഒക്കെ തൃപ്തിപ്പെടേണ്ടി വരും. എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ പൊതുവായിട്ട് ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ഒഴിവാക്കാനാവാത്ത ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, കിടക്കാനുള്ള നല്ല സ്ഥലം, നല്ല കുടിവെള്ളം, ആരോഗ്യ പരിശോധന, ഇത്തരം കാര്യങ്ങളിൽ കോംപ്രമൈസ് പറ്റില്ല. അത് ഉറപ്പായ കാര്യമാണ്. അതിന്റെ പേരിൽ ഇനി ഏതെങ്കിലും ജനപ്രതിനിധി ചൂടായിട്ടും കാര്യമില്ല. ശരി, ശ്രീ ബിജി എബ്രഹാം, പരമാവധി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലെ ഈ ഒറ്റപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിബേറ്റ് വിത്ത് മാധു സജി.